ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ എസ് എ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: ഡിറ്റർമൈൻ ദി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ദ ഫോളോവിംഗ് കേസ് ഫോർ ദ ഇയർ 2014-15. 2/3 portion of the house is self-occupied and 1/3 is let out for 10,000 per month. ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, അതിൻ്റെ 2/3 പോർഷൻ നമ്മൾ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസായിട്ട് യൂസ് ചെയ്യുന്നു. 1/3 പോർഷൻ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. മാസം 10,000 ആണ് റെൻറ്റ് എന്ന് പറയുന്നത്. 10,000 പെർ മന്തിന് ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദ ലെറ്റ് ഔട്ട് പോർഷൻസ് റിമൈൻഡ് വാക്കൻറ്റ് ഫോർ 3 months. 3 മാസം വരെ ഈ ലെറ്റ് ഔട്ട് പോർഷൻ വേക്കൻ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഫർദർ ദ ടെനൻറ്റ് ഡിഡ് നോട്ട് പേ 1 month റെൻറ്റ് ബട്ട് ഹീ സ്റ്റിൽ റിസൈഡിങ് ഇൻ ദ ഹൗസ്. അതുപോലെ തന്നെ ടെനൻറ്റ് ഇതിന് റെൻറ്റ് കാര്യങ്ങളും 1 month റെൻറ്റ് കൊടുത്തിട്ടില്ല, പക്ഷേ അദ്ദേഹം ആ ഹൗസിൽ തന്നെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. മുനിസിപ്പൽ ടാക്സ് ₹3,000 വാസ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ വിച്ച് ഈസ് 1% ഓഫ് മുനിസിപ്പൽ വാല്യുവേഷൻ. അതുപോലെ തന്നെ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ട് 3,000 ആണ്. അതെന്ന് പറയുന്നത് മുനിസിപ്പൽ വാല്യുവേഷൻ്റെ 1% ആണ്. അപ്പോൾ നമ്മൾ മുനിസിപ്പൽ വാല്യുവേഷൻ കണ്ടുപിടിക്കണം. Interest on loan taken in 2009 for constructions of house ₹1,20,000 was due but not paid till March 3, 2015. അപ്പം ഈ ഒരു ഹൗസ് കൺസ്ട്രക്ഷൻസിനായിട്ട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് 1,20,000. അത് ഡ്യൂ ആയി, പക്ഷെ പേ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ ലെറ്റ് ഔട്ട് പോർഷൻ്റെയും അതുപോലെ തന്നെ സെൽഫ് ഓക്യുപ്പൈഡ് പോർഷൻ്റെയും ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ലെറ്റ് ഔട്ട് പോർഷൻ്റെ ഇൻകമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ് ഔട്ട് പോർഷൻ്റെ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിൻ്റെ സ്റ്റെപ്സ് ആദ്യം നമുക്ക് നോക്കാം. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീൻ്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ നിന്നും സെക്ഷൻ 23 പ്രകാരം 2 ഐറ്റം ഡിഡക്റ്റ് ചെയ്യാം. അൺറിയലൈസ്ഡ് റെൻറ്റും ദാറ്റ് സബ്ജക്റ്റ് ടു സം കണ്ടീഷൻസ്, ദെൻ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ഓണർ. ഓണർ പെയ്ഡ് ചെയ്തിട്ടുള്ള മുനിസിപ്പൽ ടാക്സ് മാത്രമേ നമുക്ക് ലെസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ആണെങ്കിൽ മാത്രമേ ലെസ് ചെയ്യാൻ പാടുള്ളൂ, അതും ഓണർ കൊടുത്ത മുനിസിപ്പൽ ടാക്സ്. മുനിസിപ്പൽ ടാക്സ് ഡ്യൂ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് ലെസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്നും സെക്ഷൻ 23 പ്രകാരം ഈ ഐറ്റം ലെസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ആനുവൽ വാല്യൂ ആണ്. ആനുവൽ വാല്യൂവിൽ നിന്ന് നമുക്ക് സെക്ഷൻ 24 പ്രകാരം 2 ഐറ്റം ലെസ് ചെയ്യാം. 30% ഓഫ് ആനുവൽ വാല്യൂ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബോറോവ്ഡ് കറൻറ്റ് ഇയർ പ്ലസ് 1/5 ഓഫ് പ്രീ കൺസ്ട്രക്ഷൻസ് പീരീഡ് ഇൻട്രസ്റ്റും നമുക്ക് ലെസ് ചെയ്യാവുന്നതാണ്. ദെൻ അങ്ങനെ കിട്ടിയ എമൗണ്ടിൽ നിന്നും നമുക്ക് അൺറിയലൈസ്ഡ് റെൻറ്റ് റിക്കവേർഡ് ഡ്യൂറിങ് ദി ഇയർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്നതിന് മുമ്പ് അൺറിയലൈസ്ഡ് റെൻറ്റ് റിക്കവേർഡിൻ്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ച എമൗണ്ട് ആയിരിക്കണം ആഡ് ചെയ്യേണ്ടത്. ദെൻ അരിയേഴ്സ് ഓഫ് റെൻറ്റ് റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇതും ആഡ് ചെയ്യുമ്പോൾ അരിയേഴ്സ് ഓഫ് റെൻറ്റ് റിസീവ്ഡ് എമൗണ്ടിൻ്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ച എമൗണ്ട് ആയിരിക്കണം ഇവിടെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നമ്മൾ ആദ്യം പറഞ്ഞു ഗ്രോസ് ആനുവൽ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് എത്രയാണെന്ന് കൺസിഡർ ചെയ്യാം. രണ്ടാമതായി മുനിസിപ്പൽ വാല്യൂഷനോ ഫെയർ റെൻ്റൽ വാല്യൂയോ വിച്ച് എവർ ഈസ് ഹയർ, ഇതിൽ ഏറ്റവും കൂടുതൽ ഏത് എമൗണ്ട് ആണോ, ഒന്നുകിൽ മുനിസിപ്പൽ വാല്യൂഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഫെയർ റെൻ്റൽ വാല്യൂ ആയിരിക്കാം. ഇതിൽ ഹയർ എമൗണ്ടിനെ റീസണബിൾ റെൻ്റായിട്ട് കൺസിഡർ ചെയ്യണം. ദെൻ ഈ റീസണബിൾ റെൻറ്റും ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡും കമ്പയർ ചെയ്യാം. ഇതിൽ ഏറ്റവും കൂടുതൽ ഏത് എമൗണ്ട് ആണോ വരുന്നത്, ഒന്നുകിൽ ആക്ച്വൽ എമൗണ്ട് റെൻറ്റ് റിസീവ്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ റീസണബിൾ റെൻ്റ് ആയിരിക്കാം. ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഹയർ എമൗണ്ട് ഏതാണോ അതിനെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ നോർമൽ കേസിൽ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു കണ്ടീഷൻ നമ്മൾ നോക്കണം. ഈ മുനിസിപ്പൽ വാല്യൂഷൻ ഫെയർ റെൻ്റൽ വാല്യൂവിൽ ഹയർ എമൗണ്ടിനെ നമ്മൾ റീസണബിൾ റെൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ റീസണബിൾ റെൻറ്റ് ഒരിക്കലും ഈ സ്റ്റാൻഡേർഡ് റെൻറ്റിനേക്കാളും കൂടുതലാവാൻ വേണ്ടി പാടില്ല. ഈ റീസണബിൾ റെൻറ്റ് സ്റ്റാൻഡേർഡ് റെൻറ്റിനേക്കാളും കൂടുതലായാൽ നമ്മൾ ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് റെൻറ്റിനെ ആയിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും ഏതാണോ വലുത് ആ ഹയർ എമൗണ്ടിനെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ടായിരിക്കണം കൺസിഡർ ചെയ്യേണ്ടത്.
ഓക്കെ. അപ്പോൾ ആ കേസിൽ ആക്ച്വൽ റെൻറ്റും സ്റ്റാൻഡേർഡ് റെൻറ്റിലും ഏറ്റവും ഹയർ എമൗണ്ട് ഏതാണോ അതായിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന മുനിസിപ്പൽ വാല്യൂഷൻ ഫെയർ റെൻ്റൽ വാല്യൂയും ഇതിലെ ഹയർ എമൗണ്ട് ഒരിക്കലും സ്റ്റാൻഡേർഡ് റെൻറ്റിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നോർമൽ കേസിലാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോർമൽ കേസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ലോസ് ഡ്യൂ ടു വേക്കൻസിയും വരുന്നില്ല, അതുപോലെ തന്നെ അൺറിയലൈസ്ഡ് റെൻറ്റും വരാത്ത കേസിൽ മാത്രമാണ് ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഈ ഒരു ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് പോർഷൻ 3 മാസം വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെനൻറ്റ് ഡിഡ് നോട്ട് പേ 1 മന്ത് റെൻറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോസ് ഡ്യൂ ടു വാക്കൻസിയും അൺറിയലൈസ്ഡ് റെൻറ്റും വരുന്ന കേസിൽ ഗ്രോസ് ആനുവൽ വാല്യൂ കാണേണ്ടത് വേറൊരു രീതിയിലാണ്. അത് വെച്ചാണ് നമുക്കിവിടെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇഫ് ദ ഹൗസ് റിമെയിനിങ് വാക്കൻറ്റ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ, അപ്പോൾ ഹൗസ് റിമെയിൻ വാക്കൻറ്റ് ഫോർ ദ ഹോൾ ഇയർ ആണെങ്കിൽ, ആ ഹൗസ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത് ആ വർഷം മുഴുവനുമാണെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ എപ്പോഴും നില്ലായിരിക്കും. ഇനി ഹൗസ് റിമെയിൻസ് വാക്കൻറ്റ് ഫോർ എ പാർട്ട് ഓഫ് ദ ഇയർ, പക്ഷേ കുറച്ച് മാസം മാത്രമേ ഹൗസ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നതെങ്കിൽ ആനുവൽ വാല്യൂ അല്ലെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ആഫ്റ്റർ കൺസിഡറിങ് ദ ലോസ് ഡ്യൂ ടു വാക്കൻസി. ആക്ച്വൽ റെൻറ്റ് എത്രയാണോ റിസീവ് ചെയ്യുന്നത് അതിൽ നിന്നും വാക്കൻസി മൂലം വന്നിട്ടുള്ള ലോസ് ലെസ് ചെയ്താൽ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ കാണാമെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു ഹൗസ് വേക്കൻ്റായി മാത്രം കിടക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ കാണേണ്ടതെന്ന് മനസ്സിലാക്കി. ഇനി ഹൗസ് റിമൈനിങ് വാക്കൻറ്റ് ആൻഡ് ദർ ഇസ് അൺറിയലൈസ്ഡ് റെൻറ്റ് ഓൾസോ. ഹൗസ് ചില മാസത്തേക്ക് വേക്കൻ്റായിട്ട് കിടക്കുന്നു, അതുപോലെ തന്നെ അൺറിയലൈസ്ഡ് റെൻറ്റും വരികയാണെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ കാണേണ്ടത് വേറൊരു മെത്തേഡിലൂടെയാണ്. സ്റ്റെപ്പ് 1 കമ്പ്യൂട്ട് ദ റീസണബിൾ റെൻറ്റ്. റീസണബിൾ റെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുനിസിപ്പൽ വാല്യൂഷൻ ഓർ ഫെയർ റെൻ്റൽ വാല്യൂ, ഇതിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് ഏതാണോ അതിനെ നമ്മൾ റീസണബിൾ റെൻ്റായിട്ട് കൺസിഡർ ചെയ്യണം. അതൊരിക്കലും സ്റ്റാൻഡേർഡ് റെൻറ്റിനേക്കാളും കൂടുതലാവാൻ വേണ്ടി പാടില്ല. ഈ മുനിസിപ്പൽ വാല്യൂഷൻ ഫെയർ റെൻ്റൽ വാല്യൂവിൽ പറയുന്ന എമൗണ്ട്, ഹയർ ഓഫ് ദിസ് എമൗണ്ട് സ്റ്റാൻഡേർഡ് റെൻറ്റിനേക്കാളും കൂടുതലാവുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് റെൻറ്റ് തന്നെയായിരിക്കും ഇവിടെ റീസണബിൾ റെൻ്റായിട്ട് എടുക്കേണ്ടത്. ദെൻ സ്റ്റെപ്പ് 2 കമ്പ്യൂട്ട് റെൻറ്റ് റിസീവ്ഡ്, ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് കാണണം രണ്ടാമത്തെ സ്റ്റെപ്പിൽ. അപ്പോൾ റെൻറ്റ് റിസീവ്ഡ് കാണാൻ വേണ്ടിയിട്ട് റെൻറ്റ് റിസീവബിളിൽ നിന്നും അൺറിയലൈസ്ഡ് റെൻറ്റ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ റീസണബിൾ റെൻറ്റ് കണ്ടു, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് കണ്ടു, മൂന്നാമത്തെ സ്റ്റെപ്പിൽ കൺസിഡർ ദ എമൗണ്ട് കമ്പ്യൂട്ടഡ് ആസ് പെർ സ്റ്റെപ്പ് 1 and 2 വിച്ച് എവർ ഇസ് ഹയർ. ഈ സ്റ്റെപ്പ് 1 കിട്ടിയ റീസണബിൾ റെൻറ്റും സ്റ്റെപ്പ് 2 കിട്ടിയ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡും കമ്പയർ ചെയ്യുക, അതിൽ ഹയർ എമൗണ്ട് നമ്മൾ എടുക്കാം. സ്റ്റെപ്പ് 4 ഈ ഹയർ എമൗണ്ടിൽ നിന്നും ഡിഡക്റ്റ് ലോസ് ഡ്യൂ ടു വാക്കൻസി. അപ്പം ഹയർ എമൗണ്ടിൽ നിന്നും സ്റ്റെപ്പ് 3 കിട്ടിയ ഹയർ എമൗണ്ടിൽ നിന്നും ലോസ് ഡ്യൂ ടു വാക്കൻസി ലെസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ബാലൻസ് എമൗണ്ട് ആയിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ത് ഇൻഫർമേഷൻ തന്നാലാണ്, ആ ഹൗസ് വേക്കൻ്റ് ആണെന്നും അൺറിയലൈസ്ഡ് റെൻറ്റ് തന്നാലും ഈ ഒരു മെത്തേഡ് പ്രകാരമാണ് ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ വേക്കൻസി മാത്രം തന്നാൽ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ദെൻ വാക്കൻറ്റും അൺറിയലൈസ്ഡ് റെൻറ്റും ഇൻഫർമേഷൻ തന്നിട്ടില്ല എങ്കിൽ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ 1/3 ലെറ്റ് ഔട്ട് പോർഷനാണ് 10,000 പെർ മന്ത് എന്താണ് റെൻറ്റ് റിസീവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 3 മാസം ഇത് വേക്കൻ്റ് ആണ്. അപ്പോൾ വാക്കൻസി എന്നൊരു ഇൻഫർമേഷൻ കൂടി ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടെനൻറ്റ് 1 മാസത്തെ റെൻറ്റ് പേ ചെയ്തിട്ടില്ല എന്നും പറയുന്നു. അൺറിയലൈസ്ഡ് റെൻറ്റും വന്നു, വേക്കൻസിയും വന്നു, അൺറിയലൈസ്ഡ് റെൻറ്റും വന്നു. അങ്ങനെയാണെങ്കിൽ ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻറ്റ്, ദ ടെനൻറ്റ് ഡിഡ് നോട്ട് പേ 1 മന്ത് റെൻറ്റ് ബട്ട് ഹീ ഈസ് സ്റ്റിൽ റിസൈഡിങ് ഇൻ ദ ഹൗസ്. അദ്ദേഹം 1 മാസത്തെ റെൻറ്റ് പേ ചെയ്തിട്ടില്ല, പക്ഷേ അയാൾ ആ ഹൗസിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് അൺറിയലൈസ്ഡ് റെൻ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അദ്ദേഹം അവിടെ തന്നെ
ഉള്ളിടത്തോളം കാലം നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് റിക്കവർ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഇവിടെ ലോസ് ഡ്യൂ ടു വാക്കൻസി മാത്രമേ വരൂ. അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന് പറയുന്നൊരു ഐറ്റം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ലോസ് ഡ്യൂ ടു വാക്കൻസി മാത്രം വരികയാണെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വാല്യുവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലെറ്റ് ഔട്ട് പോർഷൻ്റെ ഇൻകം ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ലെറ്റ് ഔട്ട് പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം മന്ത്ലി റെൻറ്റ് എന്ന് പറയുന്നത് 10,000 ആണ്. അത് നമ്മൾ 1 ഇയറിലേക്ക് കൺവേർട്ട് ചെയ്താൽ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് 1,20,000 എന്ന് കിട്ടും. ദെൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം മുനിസിപ്പൽ ടാക്സ് പേ ചെയ്യുന്നത് 3,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറയുന്നത് 1% ഓഫ് മുനിസിപ്പൽ വാല്യുവേഷൻ ആണ്. അപ്പോൾ മുനിസിപ്പൽ വാല്യുവേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. എക്സിൻ്റെ 1% ആണ് 3,000 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ക്വസ്റ്റ്യൻ പ്രകാരം എക്സ് എന്ന് പറയുന്ന മുനിസിപ്പൽ വാല്യുവേഷൻ ആണ്. അതിൻ്റെ 1% ആണ് മുനിസിപ്പൽ ടാക്സ് കൊടുത്തിട്ടുള്ളത് 3,000. അങ്ങനെയാണെങ്കിൽ മുനിസിപ്പൽ വാല്യുവേഷൻ അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ ഈ ഒരു 100 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 3,000 ഇൻറ്റു 100 എക്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മുനിസിപ്പൽ വാല്യുവേഷൻ 3 lakh എന്ന് കിട്ടും. അപ്പോൾ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് 1,20,000 എന്ന് കിട്ടി. മുനിസിപ്പൽ വാല്യുവേഷൻ 3 lakh എന്ന് കിട്ടി. ഇത് ഹോൾ ഹൗസിൻ്റെ മുനിസിപ്പൽ വാല്യുവേഷൻ ആണ് 3 lakh. അതിൽ ലെറ്റ് ഔട്ട് പോർഷൻ അത് 1/3 ആണ് ലെറ്റ് ഔട്ട് പോർഷൻ. അപ്പോൾ 1/3 ലെറ്റ് ഔട്ട് പോർഷൻ്റെ മുനിസിപ്പൽ വാല്യുവേഷൻ മാത്രം കാണുകയാണെങ്കിൽ അത് 1 lakh ആയിരിക്കും. അപ്പോൾ ഇതിൽ ഹയർ എമൗണ്ട് ഏതാണ്? 1,20,000 ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് മുനിസിപ്പൽ വാല്യുവേഷൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഹയർ എമൗണ്ട് 1,20,000 ആണ്. അപ്പോൾ അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ആ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് നമുക്ക് എന്ത് ലെസ് ചെയ്യാം? ലോസ് ഡ്യൂ ടു വാക്കൻസി ലെസ് ചെയ്യാം. അപ്പോൾ ലോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാക്കൻ്റ് ആയിട്ട് കിടക്കുന്നത് 3 മാസത്തേക്കാണ് വാക്കൻ്റ് ആയിട്ട് കിടക്കുന്നത്. ഒരു മാസം നമുക്ക് കിട്ടുന്ന റെൻറ്റ് 10,000 ആണ്. വാക്കൻ്റ് ആയിട്ട് കിടക്കുന്നത് 3 മാസത്തേക്കാണ്. അപ്പോൾ ലോസ് ഡ്യൂ ടു വാക്കൻസി വരുന്നത് 10,000 ഇൻറ്റു 3 കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ ലോസ് ഡ്യൂ ടു വാക്കൻസി 30,000 എന്ന് കിട്ടും. അപ്പോൾ 1,20,000 നിന്ന് 30,000 ലെസ് ചെയ്താൽ 90,000 എന്ന് കിട്ടും. ഈ 90,000 ആണ് ഗ്രോസ് വാല്യൂ ഓഫ് ലെറ്റ് ഔട്ട് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്നും സെക്ഷൻ 23 പ്രകാരം നമുക്ക് ഏത് ഐറ്റമാണ് ലെസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? മുനിസിപ്പൽ ടാക്സ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം മുനിസിപ്പൽ ടാക്സ് ഹോൾ എമൗണ്ട് എന്ന് പറയുന്നത് 3,000 ആണ്. അത് ഹോൾ ഹൗസ് പ്രോപ്പർട്ടിയുടെ ആണ്. നമ്മൾ ലെറ്റ് ഔട്ട് പോർഷൻ്റെത് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 3,000ൻ്റെ 1/3 നമുക്കിവിടെ ലെസ് ചെയ്യാം. ലെറ്റ് ഔട്ട് പോർഷനിൽ 3,000ൻ്റെ 1/3 മാത്രമേ ലെസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ 90,000ൽ നിന്നും 1,000 മാത്രമേ ലെസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ടുള്ള 90,000ൽ നിന്നും മുനിസിപ്പൽ ടാക്സ് 1,000 ലെസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന നെറ്റ് എമൗണ്ട് 89,000 ആണ്. ഇതെന്ന് പറയുന്നത് ആനുവൽ വാല്യൂ ഓഫ് പ്രോപ്പർട്ടിയാണ്. ഈ ആനുവൽ വാല്യൂവിൽ നിന്നും നമുക്ക് സെക്ഷൻ 24 പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലെസ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഈ ആനുവൽ വാല്യൂവിൻ്റെ 30% ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് നമുക്ക് ലെസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ 89,000ൻ്റെ 30% എന്ന് പറയുന്നത് 26,700 ആണ്. അതുപോലെ തന്നെ സെക്ഷൻ 24 പ്രകാരം നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോണും ലെസ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്വസ്റ്റ്യൻ പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് 1,20,000 ആണ്. പക്ഷെ അത് ഹോൾ ഹൗസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ലോണാണ്. അതിന് കൊടുത്തിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ നമുക്ക് ലെറ്റ് ഔട്ട് പോർഷൻ്റെ മാത്രം ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ലെസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇപ്പോൾ 1,20,000ൻ്റെ 1/3 എന്ന് പറയുന്നത് 40,000. അപ്പോൾ സെക്ഷൻ 24 പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഇൻട്രസ്റ്റ് ഓൺ ലോണും 26,700ഉം 40,000ഉം ലെസ് ചെയ്യാം. ടോട്ടൽ 66,700 ഇവിടെ നമുക്ക് ലെസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആനുവൽ വാല്യൂയിൽ നിന്നും 66,700 ലെസ് ചെയ്താൽ ബാക്കി 22,300 എന്ന് കിട്ടും. ഇതാണ് ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് പോർഷൻ കണ്ടുപിടിച്ചു. ഇനി ഇൻകം ഫ്രം സെൽഫ് ഓക്യുപ്പൈഡ് പോർഷൻ കാണാം. ആദ്യം കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രോസ് ആനുവൽ വാല്യൂ എപ്പോഴും സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിൻ്റെ കേസിൽ നില്ലായിരിക്കും.
അതുപോലെ തന്നെ നമുക്ക് മുനിസിപ്പൽ ടാക്സോ കാര്യങ്ങളൊന്നും ഇവിടെ ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതും നില്ലായിരിക്കും. ആനുവൽ വാല്യൂം നില്ലായിരിക്കും. എന്തുകൊണ്ടാണ് ഇവിടെ ഇതൊക്കെ നില്ലാവാൻ കാരണം, അല്ലെങ്കിൽ ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് നില്ലാവാൻ കാരണം? അത് ആ അസസിയുടെ ഓൺ റെസിഡൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹൗസാണ്. അതിൽ നിന്നും എന്താണ്, നമ്മൾ താമസിക്കുന്ന ആ ഏരിയയിൽ നിന്നും യാതൊരു തരത്തിലുള്ള ഇൻകവും അസസിക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ആനുവൽ വാല്യൂ നില്ലെന്ന് പറയുന്നത്. അപ്പോൾ ആനുവൽ വാല്യൂ നില്ലാണെങ്കിൽ അവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആനുവൽ വാല്യൂവിൻ്റെ 30% നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിൻ്റെ കേസിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ബോറോവ്ഡ് ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ലോണ് സെക്ഷൻ 24B പ്രകാരം നമുക്ക് ലെസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാക്സിമം ₹30,000 ഫോർ ലോൺ ടേക്കൺ ബിഫോർ 1 April 1999. മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 1/4/1999 മുമ്പാണ് ലോൺ എടുത്തിട്ടുള്ളതെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാക്സിമം എമൗണ്ട് നമുക്ക് 30,000 വരെ ലെസ് ചെയ്യാവുന്നതാണ്. ദെൻ ആ ലോൺ എടുക്കുന്നത് എന്താണ്, ഫോർ ദ പർപ്പസ് ഓഫ് റിപ്പയറിംഗ് ഓഫ് ദി ഹൗസ്. അപ്പോൾ നമ്മൾ റിപ്പയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ലോൺ എടുക്കുന്നതെങ്കിൽ മാക്സിമം ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് 30,000 വരെ ലെസ് ചെയ്യാം. പക്ഷേ നമ്മൾ ഒരു ഹൗസ് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ് ചെയ്യാനാണോ ലോൺ എടുക്കുന്നതെങ്കിൽ മാക്സിമം നമുക്ക് 2 lakh വരെ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇൻകം ഫ്രം സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിൻ്റെ കേസിൽ നമുക്ക് ഒരു ഐറ്റം മാത്രമേ ലെസ് ചെയ്യാൻ വേണ്ടി പറ്റൂ, അത് ഇൻട്രസ്റ്റ് ഓൺ ബോറോവ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രമേ ലെസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഓക്യുപ്പൈഡ് പോർഷൻ എന്ന് പറയുന്നത് നില്ലായിരിക്കും. ഗ്രോസ് ആനുവൽ വാല്യൂ ഓൾവേസ് ഇൻ ദി കേസ് ഓഫ് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് നില്ലാണ്. ദെൻ ലെസ് മുനിസിപ്പൽ ടാക്സ്, നമുക്ക് ഒരിക്കലും ഇവിടെ മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അപ്പോൾ അതും നില്ലായിരിക്കും. ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് ഈസ് നിൽ, അതും നില്ല് തന്നെയാണ്. ദെൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്കിവിടെ ലെസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ എന്ത് ലെസ് ചെയ്യാം, ഇൻട്രസ്റ്റ് ഓൺ ലോണ് ലെസ് ചെയ്യാം. അപ്പോൾ ഹോൾ ഹൗസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ലോൺ എന്ന് പറയുന്നത് 1,20,000 ആണ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ളത് 1,20,000 ആണ്. അപ്പോൾ 1/3 ലെറ്റ് ഔട്ട് പോർഷൻ നമ്മൾ ഓൾറെഡി ലെസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കുറക്കാം, 2/3 സെൽഫ് ഓക്യുപ്പൈഡിൻ്റെ 2/3 നമ്മൾ കണ്ടുപിടിക്കാം. 1,20,000ൻ്റെ 2/3 എന്ന് പറയുന്നത് 80,000 ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രമേ നമുക്കിവിടെ ലെസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. വേറൊരു ഇൻകം ഇവിടെ ഇല്ല, ആനുവൽ വാല്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു മൈനസ് ഫിഗർ ആയിരിക്കും കിട്ടുന്നത്, അല്ലേ? 0യിൽ നിന്നും 80,000 ലെസ് ചെയ്യുകയാണെങ്കിൽ -80,000 എന്ന് വരും. അതെന്ന് പറയുന്നത് ലോസ് ഫ്രം സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് ആണ്. ലോസ് ഫ്രം സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് 80,000 എന്ന് കിട്ടും.